ഹായ്, വെൽക്കം ടു എൻട്രിയ. നമ്മുടെ റെയിൽവേയുടെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു. ഇനി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിക്ക് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെയും വേക്കൻസീസ് ഓൾമോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 10,000+ വേക്കൻസീസ് ആണ് കറൻ്റ്ലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇനി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോഴത്തേന്ന് നമുക്ക് അവിടെ ഇനി വേക്കൻസീസ് ഇനി നമ്മളോട് പോകുമ്പോൾ കൂടാനും ചാൻസ് ഉണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാംസ് ഇനി അങ്ങോട്ട് വരുന്ന വർഷങ്ങളിലും കണ്ടിന്യൂസ്ലി തന്നെ കണ്ടക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, ലൈക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വരുന്ന വർഷങ്ങളിലും കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ SSCയുടെ എക്സാംസ് ഒക്കെ തന്നെ വിചാരിച്ചതിനേക്കാളും നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു SSCയുടെ എക്സാംസ് ഒക്കെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ റെയിൽവേയുടെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാംസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ ഒരു എക്സാംസ് ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു SSCയുടെ എക്സാംസ് കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേയുടെ എക്സാംസ് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു CGL ആയാലും MTS ആയാലും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഫുൾ നമ്മുടെ റെയിൽവേയുടെ എക്സാംസ് ആയിരിക്കും വരാൻ പോകുന്നത്. ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ NTPCയുടെ നോട്ടിഫിക്കേഷനും വരും. അപ്പോൾ ഒരുപാട് പേര് അതിനെ ഒരുപാട് സമയം ആയിട്ട് തന്നെ ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതും ഈ ഒരു NTPCയുടെ എക്സാംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവർ നിങ്ങൾക്ക് എങ്ങനെ ഇതിൻ്റെ പ്രിപ്പറേഷൻ അതിൻ്റെ കൂടെ തന്നെ റെയിൽവേയുടെ ബാക്കിയുള്ള എക്സാംസിൻ്റെ പ്രിപ്പറേഷനും ഒരുമിച്ച് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് നമ്മുടെ CGL പോലത്തെ എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ആ ഒരു എക്സാംസ് കഴിഞ്ഞ് അതിൽ നിന്നൊരു ബ്രേക്ക് വരാതെ തന്നെ ഡയറക്റ്റ്ലി ഈ ഒരു എക്സാംസിന് വേണ്ടി അവിടെ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് എങ്ങനെ പോകാം എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ വരുമ്പോഴത്തേക്കും നമുക്കറിയാം റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നു. നിങ്ങൾക്കറിയാം നമ്മുടെ ALP വന്നായിരുന്നു, ടെക്നീഷ്യൻ വന്നു, ഇതിൻ്റെ ഇടയ്ക്ക് ജൂനിയർ എഞ്ചിനീയറുടെ നോട്ടിഫിക്കേഷൻ വന്നു, നമ്മുടെ NTPCയുടെ ഇതിൻ്റെയൊക്കെ വേക്കൻസീസ് ഒക്കെ റിപ്പോർട്ട് ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ലൊരു വേക്കൻസി ഇവിടെയും ഉണ്ട്. സോ ഓൾമോസ്റ്റ് ഇത്രയും തോളം എക്സാംസ് ഓൾറെഡി വിളിച്ച് കഴിഞ്ഞു. ഇത് കൂടാതെ എല്ലാവരും ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ് നമ്മുടെ ലെവൽ 1 അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിയുടെ ആ ഒരു വേക്കൻസീസ്, അതേപോലെ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസീസ്. സോ ഇങ്ങനെയുള്ള ഇനിയും നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരാനും ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സാംസ് ഒക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സിലബസ് എന്ന് പറയുന്നത് വലിയൊരു ഡിഫറൻസ് ഒന്നും ഇല്ല. ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ALP ടെക്നീഷ്യനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ കുറച്ച് ടെക്നിക്കൽ പാർട്ട് കൂടി ഉണ്ടെങ്കിലും നമ്മുടെ നോൺ ടെക്നിക്കൽ പോർഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇനി അതിൽ തന്നെ ഏറ്റവും ആ ഒരു നോൺ ടെക്നിക്കൽ ഏരിയയിൽ തന്നെ ഏറ്റവും നല്ല ക്വസ്റ്റൻസ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ NTPCയുടെ തന്നെ ഗ്രാജുവേറ്റ് ലെവലിലാണ് ഏറ്റവും നല്ല ക്വസ്റ്റൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ഏരിയാസിന് ഇപ്പം നമ്മുടെ ഈ പറയുന്ന ബാക്കി എക്സാംസിനൊക്കെ തന്നെ ഈവൻ നമ്മുടെ ജൂനിയർ എഞ്ചിനീയറുടെ പോലും നമ്മുടെ നോൺ ടെക്നിക്കൽ പോർഷൻ ഉണ്ട്. ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അവിടെ ടെക്നിക്കൽ മാത്രമല്ല ചോദിക്കുന്നത്, നോൺ ടെക് കൂടി അടക്കമാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയുടെ കൂടി ക്വസ്റ്റൻസും ഏരിയാസ് കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും. അതിനൊരു സെപ്പറേറ്റ് പ്രിപ്പറേഷൻ എന്നൊരു ആംഗിളിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. സോ എല്ലാം ഓരോരോ എക്സാമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഒരേപോലത്തെ സിലബസ് വരുന്ന അല്ലെങ്കിൽ ഒരേപോലെ വരുന്ന എക്സാംസിൻ്റെ സിമിലർ ടോപ്പിക്സ് എല്ലാം ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സിമിലർ അല്ലാത്ത ചില ടോപ്പിക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ നോൺ ടെക്നിക്കൽ അതിൻ്റെ കൂടെ വരുന്ന ടെക്നിക്കൽ പോർഷൻ ആയാലും ശരി, ഈവൻ നോൺ ടെക് പോർഷൻ്റെ അകത്തായാലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മളോട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഏരിയാസ് അടക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് NTPC പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ റിമൈനിങ് എക്സാംസിനും എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾറെഡി ഇപ്പോൾ SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നവർ കൂടിയാണെങ്കിൽ അവർക്ക് പിന്നെയും കുറച്ചുകൂടി എളുപ്പമാണ്. ബിക്കോസ് നമ്മുടെ ഈ പറയുന്ന സിലബസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് നമുക്ക് കമ്പയർ ടു SSC എക്സാംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ സിലബസിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കിവിടെ വരുന്ന ഏരിയാസ്, എങ്ങനെ NTPC ഫോക്കസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള എക്സാംസ് ഫോക്കസ് ചെയ്യാൻ, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഉള്ളതിൽ ഏറ്റവും നല്ല ഒരു നോൺ ടെക് പോർഷൻ ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ NTPCയുടെ ആ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയ മാത്രം പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള ഏരിയാസിൻ്റെ നോൺ ടെക് പോർഷൻ കൂടി അതിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം തന്നെ നമ്മുടെ ഈ NTPC എക്സാമിനെ കുറിച്ച് അറിയാത്തവർ അല്ലെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു പേര് ആദ്യമൊക്കെയായിട്ട് കേൾക്കുന്നവർ, എസ്പെഷ്യലി കോളേജിനൊക്കെ ഇപ്പം പാസ് ഔട്ട് ആയവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മുടെ NTPC എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്ന് പറയുന്ന ഒരു എക്സാമാണ്. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് നോൺ ടെക്നിക്കൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ടെക്നിക്കൽ പോർഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നോൺ ടെക്നിക്കൽ ഏരിയാസ് മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ ഈ ഒരു എക്സാമിന് 2 രീതിയിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ്സിന് വേണ്ടിയും അതുപോലെ തന്നെ പിന്നെ ഗ്രാജുവേറ്റ്സിന് വേണ്ടിയും. അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ്സ് മാത്രം എന്ന് പറഞ്ഞാൽ +2 മാത്രമുള്ളവർക്ക് വേണ്ടി കുറച്ച് പോസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ ഗ്രാജുവേറ്റ്സിന് വേണ്ടി കുറച്ച് പോസ്റ്റുകളുണ്ട്. ഇനി ഗ്രാജുവേറ്റ്സിന് ഇത് രണ്ടും എഴുതാൻ പറ്റും. അണ്ടർ ഗ്രാജുവേറ്റ്സിന് നമുക്ക് ഇതിൻ്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം പറയുകയാണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഓൾമോസ്റ്റ് വരുന്നത് ഒരു 5 പോസ്റ്റുകളാണ് വരുന്നത്. ഈ വർഷം വിളിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ കൂടുതൽ പോസ്റ്റ് വരുന്നത് നമുക്ക് നോക്കണം. പക്ഷേ യൂഷ്വലി 5 പോസ്റ്റോളമാണ് വരുന്നത്. ഇനി ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ 7 to 8 പോസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ഗ്രാജുവേറ്റ്സിന് ഈ 7 to 8 പ്ലസ് ഈ ഒരു 5 പോസ്റ്റ് കൂടി എഴുതാൻ പറ്റും. പക്ഷേ അണ്ടർ ഗ്രാജുവേറ്റ്സിന് ആ 5 പോസ്റ്റ് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കാണെങ്കിൽ പിന്നെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്, അവർക്ക് ഓൾമോസ്റ്റ് ഒരു 12-13 പോസ്റ്റിലേക്കാണ് അവർ എക്സാം എഴുതുന്നത്.
ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കവിടെ 33 ഇയേഴ്സ് വരെയാണ് ഈ വർഷത്തെ റിലാക്സേഷൻ കൂടി ചേർത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിക്ക് അടക്കം റിലാക്സേഷൻ ഉണ്ട്. സോ അതുകൂടി ചേർത്തിട്ടുള്ള ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 33 ഇയേഴ്സ് വരെയാണ്. അൺറിസർവ്ഡിന് ഇത് കൂടാതെ OBC SC STക്ക് വരുന്ന റിസർവേഷൻസ് നിങ്ങൾക്ക് അറിയാം, റിലാക്സേഷൻസ് നിങ്ങൾക്കറിയാം. അവിടെ 3 ഇയേഴ്സ് ആണ് OBCക്ക് വരുന്നത്, SC STക്ക് 5 ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ട്. സോ അതുകൂടി ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് അവർക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 18 to 33 ഇയേഴ്സ് ആണ് ഫോർ അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയുടെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ എക്സാമിൻ്റെ ഒരു പ്രോസസ്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ, ഈ ഒരു എക്സാം പ്രോസസ്സ് എങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ 2 എക്സാംസ് ആണ് യൂഷ്വലി NTPC ഗ്രാജുവേറ്റ്സിന് വരുന്നത്. കഴിഞ്ഞ വർഷം അണ്ടർ ഗ്രാജുവേറ്റ്സിന് 2 ആയിരുന്നു. പക്ഷേ ഈ വർഷം അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഗ്രാജുവേറ്റ്സിന് ഉറപ്പായിട്ടും 2 എക്സാംസ് കാണും. അതിൽ ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 CBT എന്ന് നമ്മൾ പറയും, CBT 1ഉം CBT 2ഉം. അപ്പോൾ CBT 1 ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണ് എങ്ങോട്ട് പോകുന്നത്, നമ്മുടെ CBT 2 എക്സാമിലേക്ക് സെലക്ട് ആവുന്നതും CBT 2 എക്സാം അറ്റൻഡ് ചെയ്യുന്നതും. ഇനി ആ ഒരു CBT 2 എക്സാമും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചില പോസ്റ്റുകൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ചില ടെസ്റ്റുകളുണ്ട്. അതിൻ്റെ സ്കിൽ ടെസ്റ്റ് ആണ് ആ പോസ്റ്റിൽ സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന്. വൺസ് അതും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ വരുന്നത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ആൻഡ് മെഡിക്കലും ആണ് പിന്നെ നമുക്കവിടെ വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ്. അപ്പോൾ മെയിൻലി നമ്മൾ പറയുകയാണെങ്കിൽ 2 സ്റ്റെപ്പാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് ചില പോസ്റ്റുകൾക്ക് സ്കിൽ ടെസ്റ്റ് ഉള്ള പോസ്റ്റിന് സ്കിൽ ടെസ്റ്റ് കൂടി വരും. എല്ലാ പോസ്റ്റിനും സ്കിൽ ടെസ്റ്റ് ഇല്ല, ഉള്ള പോസ്റ്റുകൾക്ക് സ്കിൽ ടെസ്റ്റ് കൂടി വരും. പിന്നെ ബാക്കി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എല്ലാ എക്സാംസിനും ഉള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു എക്സാമിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു എക്സാം പാറ്റേണിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമുക്ക് ഇതിൻ്റെ എക്സാം പാറ്റേണിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ ഇതാണ് NTPCയുടെ CBT 1 എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്കിവിടെ കിട്ടുന്ന റെയിൽവേ എക്സാംസ് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഇല്ല. അപ്പോൾ SSC എക്സാംസിന് ഇംഗ്ലീഷ് ഉണ്ട്, നമ്മുടെ റെയിൽവേ എക്സാമിൽ വരുമ്പോൾ ഇംഗ്ലീഷ് ഇല്ല. ബാക്കിയുള്ള 3 ഏരിയ അതേപോലെ തന്നെ ഉണ്ട്. നമ്മുടെ മാത്സ് ആയാലും റീസണിങ് ആയാലും ഇംഗ്ലീഷ് ആയാലും അത് അതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ വീക്കായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പോർഷൻ മൊത്തം സ്കിപ്പ് ചെയ്തുകൊണ്ട് 4 പോർഷൻ പഠിക്കുന്നതിന് പകരം ഒരു പോർഷൻ മൊത്തം സ്കിപ്പ് ചെയ്തുകൊണ്ട് 3 പോർഷൻ മാത്രം പഠിക്കാനുള്ള മാത്രം പഠിച്ചാൽ മതി നമുക്കിവിടെ വരുമ്പോൾ. അപ്പോൾ നമുക്കിവിടെ വരുന്നത് നമ്മുടെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ അവിടെ നിന്ന് 30 ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 30ഉം ജനറൽ അവയർനെസ്സിൽ നിന്ന് നമുക്ക് 40 ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് മൊത്തം 100 ക്വസ്റ്റ്യനാണ് അവിടെ നിന്ന് വരുന്നത്. മാർക്കും നമുക്കവിടെ ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വെച്ചാണ് ക്യാരി ചെയ്യുന്നത്. സോ 100 മാർക്കാണ് വരുന്നത്. എക്സാമിൻ്റെ ടൈം നമുക്കിവിടെ 1.5 മണിക്കൂർ കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് യൂഷ്വലി ഉള്ളത് 1 മണിക്കൂറാണ് SSC എക്സാംസ് ഒക്കെ എങ്കിൽ ഇവിടെ 1.5 മണിക്കൂർ കിട്ടുന്നുണ്ട്. ആൻഡ് ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് 1/3 ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 0.33 ആണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. നമ്മുടെ യൂഷ്വലി SSC എക്സാം നിങ്ങൾക്കറിയാം 0.25 ഒക്കെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു Tier 1 അല്ലെങ്കിൽ നമ്മുടെ CBT 1 നമ്മുടെ ആദ്യത്തെ phase 1 എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് ആണ് സെക്കൻഡ് ഫേസിലേക്ക് പോകുന്നത്. സെക്കൻഡ് ഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതേ സെയിം സബ്ജക്ട്സ് ആണ് വരുന്നത്. അതാണ് പിന്നെയും കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്. എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അഡീഷണൽ ഒന്നും പഠിക്കേണ്ടി വരുന്നില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ അഡ്വാൻസ് പഠിച്ചാൽ മതി. നമ്മൾ ഇനി പുതിയൊരു സബ്ജക്റ്റോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ നമുക്കിവിടെ നിങ്ങൾക്കറിയാം നമ്മുടെ CGL എക്സാമൊക്കെ ആണെങ്കിൽ 2ാമത്തേതിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കമ്പ്യൂട്ടർ കൂടി പഠിക്കേണ്ടി വരുന്നുണ്ട് കുറച്ച് ഏരിയയെങ്കിലും. പക്ഷേ ഇവിടെ വരുമ്പോൾ അങ്ങനെയൊന്നുമില്ല. നമുക്കിവിടെ അതേ മാത്സ്, അതേ റീസണിങ്, അതേ ജനറൽ അവയർനെസ് ആണ് വരുന്നത്. ക്വസ്റ്റിൻ്റെ കൗണ്ട് ചെറിയ വ്യത്യാസമുണ്ട്. നേരത്തെ 100ന് പകരം ഇപ്പോൾ 120 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 5 ക്വസ്റ്റ്യൻ കൂടി കൂടിയിട്ടുണ്ട്. നമ്മുടെ മാത്സിൽ റീസണിങ്ങിൽ ഒരു 5 ക്വസ്റ്റ്യൻ കൂടി കൂടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ വരുമ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ കൂടിയിട്ടുണ്ട്. ഇതാണ് നമുക്കവിടെ വരുന്ന ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അതേ ഓരോ മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. സോ 120 മാർക്ക്. പക്ഷേ ടൈമിൽ ഒരു വ്യത്യാസമില്ല. നേരത്തെയും 90 മിനിറ്റ്സ് ആയിരുന്നു, അല്ലെങ്കിൽ 1.5 മണിക്കൂറായിരുന്നു. ഇപ്പോഴും 1.5 മണിക്കൂർ തന്നെയാണ്. നെഗറ്റീവും അതേപോലെ തന്നെ 1/3 ആണ് നെഗറ്റീവ് വരുന്നത്. ഇതാണ് യൂഷ്വലി എക്സാംസിന് മുമ്പുള്ള വർഷങ്ങളിൽ നടന്നിട്ടുള്ള എക്സാം ടൈമിൻ്റെ ഉള്ള പാറ്റേൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരേ 3 സബ്ജക്ട്സ് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ഫേസിനും സെക്കൻഡ് ഫേസിനും പഠിച്ചാൽ മതി. പുതിയൊരു സബ്ജക്റ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ക്വസ്റ്റിൻ്റെ കൗണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു 35 ആ ഒരു രീതിയിൽ ഈക്വൽ വെയിറ്റേജ്, ഓൾമോസ്റ്റ് ഈക്വൽ വെയിറ്റേജ് ആണ് വരുന്നത്. പിന്നെ ഇതിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഡൗട്ടും ഇല്ല, നമ്മുടെ ഈ ഒരു ഏരിയ ആയിരിക്കും ശരിക്കും നമ്മുടെ റാങ്കും നമ്മുടെ പോസ്റ്റും ഒക്കെ തന്നെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഈ ഒരു 2 ഏരിയാസ് മോസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ്സും അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ട് വരുന്ന കാൻഡിഡേറ്റ്സ് എന്തായാലും എഴുതും. ഇനി ഇവിടെ ഈ ഒരു ഏരിയ ആയിരിക്കും ശരിക്കും ഒരു ലക്ക് ഫാക്ടർ അല്ലെങ്കിൽ നമ്മുടെ ശരിക്കുള്ള നോളജ് ഒക്കെ തന്നെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്, ലൈക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതാണ് നമ്മുടെ റാങ്കും പോസ്റ്റും ഒക്കെ തന്നെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു CBT 1 ആൻഡ് CBT 2യുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ബാക്കിയുള്ള നോൺ ടെക്നിക്കൽ എക്സാംസിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ടെക്നീഷ്യൻ ആയാലും LP ആയാലും നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിലും ഇതിൽ എല്ലാ എക്സാംസിലും നമ്മുടെ ഈ നോൺ ടെക് പോർഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ നോൺ ടെക്നിക്കൽ പോർഷൻസ് ഉണ്ട്. ക്വസ്റ്റിൻ്റെ കൗണ്ട് വ്യത്യാസമുണ്ട്. ബട്ട് അതർവൈസ് ഇതേ സെയിം നോൺ ടെക് പോർഷൻസ് നമുക്ക് അവിടെയും വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് ഈ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമാണ് NTPC ഗ്രാജുവേറ്റിൻ്റെ എക്സാം എന്ന് പറയുന്നത്. അതിൻ്റെ സിലബസ് യൂസ് ചെയ്ത് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബാക്കി
ബാക്കിയുള്ള എക്സാംസ് ഓക്കെ ഇതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമായിട്ട് വരുന്നതോ ക്വസ്റ്റിൻ്റെ കൗണ്ട് കുറവോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന ബാക്കിയുള്ള എക്സാംസ് ഈവൻ ടെക്നിക്കൽ എക്സാമിൽ വരുന്ന നോൺ ടെക് പോർഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും ബിക്കോസ് ഇത് എല്ലാവർക്കും എഴുതാൻ പറ്റും നിങ്ങൾക്കറിയാം ഗ്രാജുവേറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റും അപ്പോൾ അതാണ് ഒരു അഡ്വാൻറ്റേജ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ സിലബസ് വേണമെങ്കിൽ ഇതാണ് നമ്മുടെ ആ ഒരു സിലബസ് എന്ന് പറയുന്നത് മാത്സിൻ്റെ ഒരു സിലബസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെയാണ് ടോപ്പിക്സ് വരുന്നത് നമ്പർ സിസ്റ്റം ഡെസിമൽസ് ഫ്രാക്ഷൻ HCF LCM റേഷ്യോ പെർസെൻറ്റേജ് മെൻസുറേഷൻ ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് algebra geometry trigonometry ആൻഡ് എലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ഇതാണ് നമുക്ക് അവിടെ വരുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ ഇനി ഇതിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നേരത്തെ ഞാൻ പറഞ്ഞത് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരേപോലത്തെ ടോപ്പിക്സ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം എന്ത് ചെയ്താൽ സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്മാർട്ടായിട്ടുള്ള അപ്രോച്ചാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു 3 ടോപ്പിക്കിനെ അണ്ടർലൈൻ ചെയ്തു ഏതൊക്കെ ഓൾജബ്ര ജോമെട്രി ട്രിഗ്നോമെട്രി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള റെയിൽവേ എക്സാംസ് എടുക്കുമ്പോൾ ഓക്കെ ബാക്കിയുള്ള റെയിൽവേ എക്സാംസ് എടുക്കുന്ന സമയത്ത് NTPC വിട്ട് ബാക്കിയുള്ള റെയിൽവേ എക്സാംസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ മാത്സിൽ വരുന്നൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ബാക്കിയുള്ള റെയിൽവേ എക്സാംസിൽ ഈ ഓൾജബ്ര ജോമെട്രി ട്രിഗ്നോമെട്രി എല്ലാ എക്സാംസിലും വരുന്നില്ല നമ്മുടെ NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാം വരുമ്പോഴാണ് ഈ ഒരു 3 ഏരിയാസ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ ഓൾജബ്ര നമുക്ക് ബാക്കിയുള്ള എക്സാംസിലേക്ക് വളരെ ബേസിക് ആയിട്ട് ചോദിക്കുമെങ്കിലും ഒരുപാട് അഡ്വാൻസ് ആയിട്ട് ചോദിക്കാറില്ല പക്ഷേ ഇവിടെ നമുക്ക് ഈ പറയുന്ന അത്യാവശ്യം ഓൾജബ്ര നല്ലപോലെ ചോദിക്കാറുണ്ട് പക്ഷേ ബാക്കിയുള്ള എക്സാംസിൽ ഓൾജബ്ര ഇല്ല വരുവാണെങ്കിലും അതിൻ്റെ വളരെ ബേസിക് ഫോർമുല നിങ്ങൾക്കറിയാം പല ഏരിയാസിലും ആവശ്യമുണ്ട് ഈവൻ ഓൾജബ്ര അല്ലെങ്കിലും പല വേറെ സ്ഥലങ്ങളിൽ ആവശ്യമുണ്ട് സോ അവിടെ നമുക്കിത് ചോദിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെ നമുക്ക് വേറെ എക്സാംസിനൊന്നും തന്നെ ചോദിക്കുന്നില്ല വേറെ റെയിൽവേ എക്സാംസിനൊന്നും അങ്ങനെ ചോദിക്കുന്നില്ല ആൻഡ് ജോമെട്രിയുടെ പോർഷനും നമുക്ക് വളരെ ബേസിക് ആയിട്ട് എന്തെങ്കിലും വരുന്നതല്ലാതെ നമുക്ക് അങ്ങനെ അതിൻ്റെ ഒരുപാട് ഡീറ്റെയിലേക്ക് നമുക്ക് ഒരിക്കലും ചോദിക്കാറില്ല അപ്പോൾ ഈ ഒരു 3 ടോപ്പിക്ക് മാത്രമേ NTPC ഗ്രാജുവേഷൻ പ്രിപ്പയർ അല്ലെങ്കിൽ NTPC പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യണം അഡീഷണൽ പ്രിപ്പയർ ചെയ്യണം പക്ഷേ നിങ്ങൾക്ക് ഈ ബാക്കിയുള്ള ഫുൾ ഏരിയാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എല്ലാ എക്സാമിനും ഒരേപോലെ പ്രിപ്പയർ ചെയ്ത് വെക്കാം അപ്പോൾ ഇത് എല്ലാം ഒരേപോലെ പ്രിപ്പയർ ചെയ്ത് വെച്ച് ഈ എക്സ്ട്രാ വരുന്ന ഏരിയസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ അത് കുറച്ചൊന്ന് സ്മാർട്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്താൽ മതി അപ്പോൾ ഈവൻ മറ്റുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്ത് NTPC എൻ്റെ കൂടെ ചുമ്മാ എഴുതുന്നവരാണെങ്കിലും അവർ ഏത് ഏരിയ വീക്ക് ആയിരിക്കും ഈ ഏരിയ വീക്ക് ആയിരിക്കും അപ്പോൾ അവരായാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഏരിയാസ് നല്ലപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഓക്കെ ബാക്കിയുള്ള എക്സാംസിന് കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം എന്ന് പറഞ്ഞൊരു രീതി എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി ആപ്റ്റിയുടെ ഒരു എഡ്യൂക്കേറ്റർ കൂടി ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു ഏരിയാസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എക്സാക്ട്ലി ഈ 3 ടോപ്പിക്സ് ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ള ഏരിയാസ് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക വൺസ് അതൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യും സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക ബിക്കോസ് അത് ഈ ഒരു എക്സാമിന് മാത്രം മതിയായിരിക്കും ബാക്കിയുള്ള എക്സാംസ് നമുക്ക് ആവശ്യം വരാൻ സാധ്യതയില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റി ആപ്റ്റിയുടെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മാത്സിൻ്റെ ഏരിയ വരുന്ന സമയത്ത് വളരെ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇനി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ബാക്കിയുള്ള സിലബസ് എന്ന് പറയുന്നത് ഇപ്പോൾ റീസണിങ് വരുമ്പോഴും നമുക്ക് ഇതൊക്കെയാണ് റീസണിങ്ങിൽ വരുന്ന ടോപ്പിക്സ് ഇനി റീസണിങ്ങിൽ നമുക്ക് അങ്ങനെ വലിയൊരു വേരിയേഷൻ വരുന്നില്ല പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ SSC ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഇതിലേക്ക് വരുന്നവരാണെങ്കിൽ SSCക്ക് നമുക്ക് അങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പസിൽ പോലത്തെ ക്വസ്റ്റൻസ് ഒന്നും അങ്ങനെ വലുതായിട്ട് വരാറില്ല പക്ഷേ ഇവിടെ നമുക്ക് ആ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റൻസ് ഒക്കെ വരാറുണ്ട് ഈവൻ നമ്മുടെ ബാങ്ക് പോലത്തെ അത്രയും അഡ്വാൻസ് ക്വസ്റ്റൻസ് അല്ലെങ്കിൽ പോലും നമുക്ക് ചെറിയ രീതിയിലുള്ള ക്വസ്റ്റൻസ് എന്തായാലും വരാറുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇവിടെ റീസണിങ് കുറച്ചുകൂടി ഒരു നല്ല പ്രിപ്പറേഷൻ വേണം എസ്പെഷ്യലി SSC പ്രിപ്പയർ ചെയ്തിട്ട് റെയിൽവേ എക്സാം എഴുതുന്നവരാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ പ്രിപ്പറേഷൻ ഇവിടെ റീസണിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട് അത് അറിഞ്ഞിരിക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ ഒരു അപ്രോച്ച് എന്ത് ചെയ്യുക ഇവിടെയും ഫോളോ ചെയ്യുക ഒരേപോലത്തെ ടോപ്പിക്സ് എടുത്തിട്ട് ബാക്കിയുള്ള ടോപ്പിക്സിന് എന്ത് ചെയ്യുക മാറ്റിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം ഇനി നമ്മുടെ ജനറൽ അവയർനെസ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു വലിയൊരു ഡിസൈഡിങ് ഫാക്ടർ ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് നമുക്ക് യൂഷ്വലി നമ്മുടെ സിലബസ് ആയിട്ട് റെയിൽവേ പറയുന്ന ആ ഒരു ജനറൽ അവയർനെസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇത്രയും മാത്രമല്ല ഉള്ളത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്ത് വെക്കാം ഇതും കൂടാതെ തന്നെ നമുക്ക് ഇതുകൂടി ഉണ്ട് അതിൻ്റെ കൂടെ പറയുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജനറൽ അവയർനെസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പക്ഷേ ഇതിലുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പഠിച്ചാൽ മാത്രം പോരാ നിങ്ങൾക്ക് അങ്ങനെ ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ ഒരു വളരെ വാസ്റ്റ് ഉള്ള ഏരിയ നിങ്ങൾക്ക് പ്രോപ്പർലി പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ പറയേണ്ടി വരും നമ്മുടെ 10th ക്ലാസ് വരെയുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റി എക്കണോമിക്സ് ഹിസ്റ്ററി ജോഗ്രഫി സ്റ്റാറ്റിക് GK അങ്ങനെയുള്ള ഏരിയാസ് എല്ലാം തന്നെ ഓക്കെ അതെല്ലാം പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ഏതെങ്കിലും ഒരു ബുക്ക് എടുത്ത് ആ ബുക്ക് നല്ലപോലെ പഠിച്ചിട്ട് ആ ബുക്കിനെ പലതവണ റിവൈസ് ചെയ്യും അത് കൂടാതെ നമ്മൾ എന്തെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ബുക്ക് അതിപ്പോൾ റെയിൽവേ മാത്രമല്ല SSCയുടെയും റെയിൽവേയുടെയും തന്നെ പ്രീവിയസ് ഇയർ ജനറൽ അവയർനെസിന് എന്തൊക്കെ ക്വസ്റ്റൻസ് ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ ആ ക്വസ്റ്റൻസിനെ മൊത്തം അറ്റ്ലീസ്റ്റ് ഒരു 2 വട്ടമെങ്കിലും റിവൈസ് ചെയ്യും അങ്ങനെയാണ് നമ്മളതിനെ പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബുക്ക് മാത്രം വായിച്ചുകൊണ്ടിരിക്കുകയോ ഏതെങ്കിലും ഒരു ബുക്ക് കുറച്ചൊന്ന് വായിച്ച് തീർക്കുകയോ അത് പറ്റത്തില്ല നമ്മൾ ഒരു ബുക്ക് എടുക്കുക നിങ്ങൾക്ക് ഏറ്റവും
ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ബുക്ക് എടുക്കുക. GK ഒരുപാട് ബുക്സ് ഉണ്ട്. ഏറ്റവും നല്ലൊരു ബുക്ക് എടുക്കുക, ആ ബുക്ക് നല്ലപോലെ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ പറ്റുവാണെങ്കിൽ ആ ബുക്കിനെ 2 വട്ടമെങ്കിലും റിവൈസ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ 2 വട്ടമെങ്കിലും റിവൈസ് ചെയ്യണമെങ്കിൽ ഈവൻ ആദ്യം ആ ബുക്ക് തീർക്കണം. ആ ബുക്ക് തീർക്കണമെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ പഠിച്ച് തുടങ്ങണം. അപ്പോൾ അത് നിങ്ങൾ ഫുൾ ഒരു ബുക്ക് തീർക്കുക. അതിനുശേഷം ആ ബുക്കിനെ 2 വട്ടമെങ്കിലും റിവൈസ് ചെയ്യുക. ഈ ബുക്ക് പഠിക്കുമ്പോൾ തന്നെ ഏറ്റവും ബെസ്റ്റാണ് ആ ബുക്കിൽ പഠിക്കുന്ന ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അത് ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്ക് കിട്ടി നിങ്ങൾക്ക് ആ ബുക്സിൽ നിന്ന് ഡെയിലി ഒരു 10-20 ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടേയിരിക്കുക. വളരെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈവൻ ആൻസർ അറിയാമെങ്കിൽ പോലും ആ ആൻസറിൻ്റെ ആ ഒരു നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു സൊല്യൂഷൻസ് പോലെ കൊടുത്തിട്ടുണ്ടായിരിക്കും, എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ എക്സ്പ്ലനേഷൻസ് ഡെഫിനറ്റ്ലി വായിച്ച് നോക്കുക. ഈവൻ ദോ നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ പോലും ആ എക്സ്പ്ലനേഷൻ ഒന്ന് വായിച്ച് നോക്കുക. ആ ഒരു ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ മിനിമം 2 വട്ടമെങ്കിലും കവർ ചെയ്യാൻ നോക്കുക. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റാങ്കും പോസ്റ്റും ഒക്കെ തന്നെ ഡിസൈഡ് ചെയ്യാൻ പോകുന്ന ഏരിയ ഇതാണ്. ബാക്കിയുള്ള ആ ഒരു ഏരിയാസ് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ ആ ഒരു ഏരിയാസ് മിക്കവാറും നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുന്നവർ എഴുതും. സോ ഈ ഒരു ഏരിയ ആയിരിക്കും ശരിക്കും നമ്മുടെ ആ ഒരു ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഓൾറെഡി എൻ്റെ ഇടയ്ക്ക് പലവട്ടം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ എന്താ പറയുക, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന് ആദ്യമേ കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ ഫുൾ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് റിവൈസ് ചെയ്യാം എന്ന് വിചാരിക്കില്ല. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം ആദ്യമേ കവർ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് ഞാൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുവാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ്, റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഈ ചാപ്റ്റേഴ്സൊക്കെ ആദ്യമേ കവർ ചെയ്യുക. വൺസ് ഈ ചാപ്റ്ററൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വലുതായിട്ട് ക്വസ്റ്റ്യൻസ് വരാത്ത ചാപ്റ്റേഴ്സ് എടുക്കുക. ആ ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഓൾറെഡി പഠിച്ച ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഫുൾ തീർത്തിട്ടേ ഞാൻ റിവൈസ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. ആ ഒരു അപ്രോച്ച് മാറ്റി വെക്കുക. ഓക്കെ, 2 മാസത്തിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, ബേസിക്സ് കവർ ചെയ്യാൻ നോക്കുക. വൺസ് ബേസിക്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള ചെറിയ ചെറിയ ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പാരലായിട്ട് നേരത്തെ പഠിച്ച ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് റിവൈസ് ചെയ്യുക. ഇത് കൂടാതെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസിനെ നല്ലപോലെ വർക്കൗട്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് യൂഷ്വലി നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ച ചാപ്റ്ററിൽ നിന്നല്ലാതെ അതിൻ്റെ കൺസെപ്റ്റ് കുറച്ചോ അല്ലെങ്കിൽ 2-3 ചാപ്റ്ററിൻ്റെയൊക്കെ കൺസെപ്റ്റ് ചേർന്ന് വരുന്ന ചില സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം 5 വർഷം മുമ്പുള്ള റെയിൽവേയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അത് 5 വർഷം മുമ്പുള്ളതാണെങ്കിൽ അത് ഔട്ട്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്നല്ല പറയുന്നത്, ആ ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി ചെയ്ത് നോക്കണം. പക്ഷേ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചെയ്യേണ്ടത് കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഇടയ്ക്കുള്ള CGLൻ്റെയും SSCയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ ചെയ്ത് നോക്കുക. ഇത് കൂടാതെ റെയിൽവേയുടെ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. ബിക്കോസ് ആ ഒരു നേരത്തെ നടന്നുള്ള എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരുപാട് വർഷം മുമ്പ് നടന്ന എക്സാമാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി എന്തായിട്ടുണ്ടായിരിക്കും, ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ കൺസെപ്റ്റ് ഒക്കെ ഫോളോ ചെയ്യായിരിക്കും. പക്ഷേ ആ ക്വസ്റ്റ്യൻസിനെ ചോദിക്കുന്ന ഒരു രീതിയും അപ്രോച്ചും ഒക്കെ തന്നെ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ടായിരിക്കും. സോ അത് നല്ലപോലെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒരു 3 to 4 ഇയേഴ്സിന് ആയിട്ടുള്ള SSCയുടെ ക്വസ്റ്റ്യൻസ് കൂടി പ്രിപ്പയർ ചെയ്താൽ മതി. ബിക്കോസ് നമ്മുടെ റെയിൽവേ എക്സാംസ് പോലെ തന്നെ എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ്, എല്ലാ വർഷവും കറക്റ്റായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ് SSC എന്ന എക്സാം എന്ന് പറയുന്നത്. റെയിൽവേയുടെ എക്സാം അത്രയും കണ്ടിന്യൂസ് കണ്ടക്ട് ചെയ്യാറില്ല. പക്ഷേ ക്വസ്റ്റ്യൻസിൻ്റെ ലെവലും സിലബസിൻ്റെ രീതി നോക്കി കഴിഞ്ഞാൽ എക്സാക്ട്ലി സിമിലർ ആയിട്ട് നിൽക്കുന്ന ഒരു എക്സാമാണ് SSC എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നടക്കുന്ന ഈ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലപോലെ വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റെയിൽവേയുടെ ക്വസ്റ്റ്യൻസും ആ ഒരു ഏരിയാസും നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ ആ രീതിയിൽ അതിനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. ജസ്റ്റ് റെയിൽവേയുടെ മാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാതിരിക്കുക. ഓക്കെ, അത് ചെയ്ത് നോക്കുക. പക്ഷേ അത് ഏറ്റവും ലാസ്റ്റിലോ അല്ലെങ്കിൽ പിന്നെയോ ചെയ്ത് നോക്കുക. ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് 4 ഇയേഴ്സിലോ അല്ലെങ്കിൽ 3 ഇയേഴ്സിലെങ്കിലും SSC ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു NTPCയുടെ പഴയ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് അതിൻ്റെ കൂടെ പാരലായിട്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഏതൊക്കെ ഏരിയാസാണ് നേരത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എവിടെ നിന്നൊക്കെയാണ് എന്നുള്ളതൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു ക്വസ്റ്റ്യൻസിലെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് അതിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിൽ ചെയ്യുന്ന കൂടാതെ തന്നെ നമുക്കറിയാം ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമുക്ക് 100 ക്വസ്റ്റ്യൻ 90 മിനിറ്റ് കൊണ്ട് എഴുതണമെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൂടാതെ നമുക്ക് റെയിൽവേയുടെ എക്സാമിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് ക്വസ്റ്റ്യൻസിനെ മിക്സ് ചെയ്ത് തരുന്നത്. ലൈക്ക് നമുക്കൊരു മാത്സ് പോർഷൻ മൊത്തം എഴുതിയിട്ട് GKയിലേക്ക് പോകുക, അങ്ങനല്ല, നിങ്ങൾക്കറിയാം അത് ഫുൾ മിക്സ് ചെയ്താണ് തരുന്നത്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് തരുമ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഏരിയയ്ക്ക് ഇത്രയും സമയം കൊടുക്കാം എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ആ ടൈം മാനേജ്മെൻറ്റ് അത് കറക്റ്റാക്കി എടുക്കുക. നമുക്ക് ആ 1 മണിക്കൂറിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ 1.5 മണിക്കൂറിൻ്റെ അകത്ത് തന്നെ 90 മിനിറ്റ്സിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആ ഒരു 100 ക്വസ്റ്റ്യൻ നല്ലപോലെ ചെയ്ത് തീർത്ത് എന്തെങ്കിലും റിവ്യൂ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ റിവ്യൂ ചെയ്യാനുള്ള സമയം കൂടി നമുക്ക് വേണം. പക്ഷേ അത് നമ്മൾ ഫ്യൂ മോക്സ് മാത്രം ചെയ്താൽ പറ്റത്തില്ല. നമ്മൾ അത്യാവശ്യം നല്ലൊരു നമ്പർ ഓഫ് മോക്സ് എങ്കിലും ഒരു 100+ മോക്സ് എങ്കിലും നമ്മൾ നല്ലപോലെ ചെയ്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്കോർ എത്തുന്നവരെ മോക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് കൂടാതെ തന്നെ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് വീക്ക് ആണെങ്കിൽ, ഇപ്പം ചില ഒരു മാത്സ് വീക്ക് ആയിരിക്കും, ചില ഒരു റീസണിങ് വീക്ക് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം, സെക്ഷണൽ മോക്ക് ടെസ്റ്റുകളും ചെയ്തുകൊണ്ടേയിരിക്കണം. അത് നിങ്ങൾ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ റിവിഷൻ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സെക്ഷണൽ
ഇനീഷ്യൽ മോക്ക് ടെസ്റ്റുകളോട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ അറിയാൻ പറ്റും നിങ്ങൾ പഠിച്ച് കഴിഞ്ഞ ടോപ്പിക്സ് വീക്ക് എവിടെ ആണെങ്കിൽ ഏത് ടോപ്പിക്കാണ് വീക്ക്, ഏത് കൺസെപ്റ്റാണ് വീക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഇത് കൂടാതെ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് സോഴ്സിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സോഴ്സിൽ നിന്ന് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രിപ്പറേഷൻ കിട്ടത്തുള്ളൂ. നമ്മൾ ജസ്റ്റ് അവിടുന്ന് ഇവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ 5 വർഷം മുമ്പുള്ള ക്വസ്റ്റൻസ് പ്രിപ്പയർ ചെയ്യുന്നതിൽ കാര്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും കറക്റ്റായിട്ടുള്ള സോഴ്സുകൾ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സോഴ്സുകൾ തന്നെ യൂസ് ചെയ്യുക പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഇങ്ങനെയുള്ള ഏരിയാസ് യൂസ് ചെയ്യാതിരിക്കുക. ആൻഡ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു ജനുവരി ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഡിസംബർ ആകുമ്പോഴത്തേക്കെങ്കിലും നമുക്ക് അത്യാവശ്യം 4-5 മാസം ടൈമുണ്ട്. പക്ഷേ ആ ഒരു സമയത്തിൻ്റെ അകത്ത് തന്നെ നമ്മൾ അത്യാവശ്യം നല്ലപോലെ മോക്ക് ചെയ്ത് നമ്മുടെ ആ ഒരു എക്സാമിൽ നമ്മുടെ സ്കോർ ഈ പറയുന്ന ഒരു 100ൽ നമ്മളൊരു 90+ എന്നൊരു ടാർഗറ്റിലേക്ക് എത്തിക്കാൻ നോക്കാം. ഓക്കെ, 100ൽ 90+. അപ്പോൾ ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങൾ വിചാരിക്കുന്ന ഏറ്റവും നല്ല പോസ്റ്റ്, ആ ഒരു നമ്മുടെ റെയിൽവേയുടെ ഒരുപാട് പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും നല്ല പോസ്റ്റിലേക്ക് തന്നെ എത്തിച്ചേരാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. അതല്ല നിങ്ങൾ കിട്ടുന്ന സ്കോർ അതിലേക്കാളും കുറവാണെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പോസ്റ്റിലേക്ക് പോകേണ്ടി വരും. പക്ഷെ നല്ലൊരു സ്കോറാണ് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. സോ നിങ്ങൾക്കറിയാം നല്ല നല്ല പോസ്റ്റുകളുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ പോലത്തെ, ട്രെയിൻസ് മാനേജർ പോലത്തെ നല്ല നല്ല പോസ്റ്റുകളുണ്ട്. സോ ആ ഒരു പോസ്റ്റിലേക്ക് എത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഈ ഒരു സെഷനിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഓൾറെഡി ഇപ്പോൾ റെയിൽവേയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് കവർ ചെയ്തിട്ട് അത് റിവൈസ് ചെയ്ത് തുടങ്ങുക. ബാക്കിയുള്ള ചെറിയ ടോപ്പിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ. ഓക്കെ, ആൻഡ് മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ സ്കോർ മാക്സിമം കൂട്ടാൻ നോക്കുക. 100ൽ 100 കിട്ടുന്ന ലെവലിലേക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ നോക്കുക. ബിക്കോസ് ടൈം ഉണ്ട്. അപ്പോൾ ആ ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഒരുപാട് പേരും ഇനി നോട്ടിഫിക്കേഷൻ വന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഞാൻ മോക്ക് തുടങ്ങാം, എക്സാമിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ട് എന്നിട്ട് മോക്ക് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ട്. സോ ആ ഒരു ലാഗ് വരാതെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തുടങ്ങുക. ആൻഡ് ജസ്റ്റ് റെയിൽവേയുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണ്, ഇപ്പം പാസ് ഔട്ട് ആയവരാണ്, ആദ്യമായിട്ട് ഈ ഒരു ഏരിയയിലേക്കൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ബാച്ചിൻ്റെ കൂടെ ചേർന്ന് പ്രിപ്പയർ ചെയ്യാം. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാംസിന് അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സ്, ലൈക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ പഠിച്ച ഈ ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്കുള്ളത്, അപ്പോൾ ഏതൊക്കെ എഴുതാൻ പറ്റും, റെയിൽവേയുടെ ഏതൊക്കെ എക്സാംസ് എഴുതാൻ പറ്റും, ഇനി ഏതൊക്കെ വിളിക്കാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ റെയിൽവേ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടെ തന്നെ വേറെ SSCയുടെ എക്സാംസ് ഏതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വരായിരിക്കുന്ന എക്സാംസ്, GD പോലത്തതോ അങ്ങനെയൊക്കെ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യാം, ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണെങ്കിൽ. അപ്പോൾ ഒരുപാട് പേര് കാണും ഇപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വരുന്നവർ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എന്താ പറയുക, ഒരേ സമയത്ത് ഒരുപാട് എക്സാംസിന് നല്ലപോലെ ഇനി വരാതിരിക്കുന്ന ഒരു 4-5 മാസം കഴിഞ്ഞ് വരാതിരിക്കുന്ന എല്ലാ എക്സാംസിനും നല്ലപോലെ എഴുതുന്ന രീതിയിൽ അത്യാവശ്യം ഒരു സമയം എടുത്തൊക്കെ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. സോ ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്കും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, ഇനിയുള്ള ഒരു അപ്ഡേറ്റ്സ് മിസ്സാവാതിരിക്കാൻ വേണ്ടി. സോ നമുക്ക് ഇനിയും ഇവിടെ മീറ്റ് ചെയ്യാം ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സുമായിട്ട്. താങ്ക് യു.